നല്ല പഴുത്തു പോയ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഒരേ ഒരു നേന്ത്രപ്പഴം മതി നമുക്ക്. നല്ല പഴുത്തു പോയ പഴം തന്നെ എടുക്കുക. പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാരയും പഴം കൂടെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഇതുപോലെ ഉടച്ച് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ കിട്ടണേ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടുത്ത് തന്നെ കിട്ടണം നമുക്ക്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേവറിനായിട്ട് വാനില എസൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കട്ടി കൂടുതലാണെന്ന് തോന്നിയാൽ ഒരു 2-3 സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് ഒരു ബേക്കിംഗ് ട്രേയും വേണ്ട നമുക്ക്. ഇതുപോലെ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രം മതി. ഇതിൽ ഞാൻ വെണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദപ്പൊടി എല്ലായിടത്തും വരുന്ന പോലെ ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചെടുത്ത ശേഷം നന്നായിട്ടങ്ങ് തട്ടിക്കളയുക. നമ്മൾ സ്റ്റീലിൻ്റെ ഈ പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പോലെ കിട്ടും. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഒട്ടും തന്നെ അടി പിടിക്കാതെ നമുക്കിത് കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു അളവിന് ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ ബൗളിൽ ഒരു 5 എണ്ണം ഉണ്ടാക്കാനുള്ള അളവാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം വേണമെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ എയർ ബബിൾസ് ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും. നമ്മളിതിപ്പോൾ ബേക്ക് ചെയ്യുന്നത് സ്റ്റൗവിൽ തന്നെ വെച്ചാണ് കേട്ടോ. ചൂട് കട്ടിയുള്ളൊരു അലുമിനിയം പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ സ്റ്റീൽ പാത്രങ്ങൾ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യണമെങ്കിൽ വല്ല നട്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ സ്കോച്ചിൻ്റെ ചെറിയ ബോൾസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 45 മിനിറ്റ് എടുക്കും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഒട്ടും തന്നെ അടി പിടിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല ഇതുപോലെ കിട്ടും. ഒട്ടും തന്നെ അടി പിടിക്കാതെ നമുക്കിത് കിട്ടും. ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്